മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉന്നയിച്ച് മാത്യു കുഴൽനാടൻ. ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് നിങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി പട്ടി കുടുംബം എന്താ അല്ല പറ്റിയ കുടുംബം. മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയാന്നാണ്. ഷാജി ഏട്ടാ ഇവിടെ അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ലോ. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടുങ്ങി പോകുന്നതാണ്. നിന്നെ പേടിക്കന്നിയാര് നരസിംഹറാവുവനെ പച്ച കള്ളമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. അയ്യോ മനുഷ്യന്മാർ ഇങ്ങനെ നോണ പറയോ? അന്ന് നീയല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി തന്നെ. എന്റെ പ്രസംഗത്തിൽ എവിടെയും ഞാൻ അദ്ദേഹത്തിന്റെ മകളെ പറഞ്ഞതായി ഈ 139 പേർക്കും തോന്നിയില്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നി. ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും, പ്രായവരിയല്ലേ. വലിയ ചന്ദ്രനാഥി എന്ന ബെസ്റ്റാ. അദ്ദേഹം ചോദിച്ചു, മകളെ പറഞ്ഞാൽ അങ്ങ് കിടുങ്ങി പോകുമെന്ന് വിചാരിച്ചോന്ന്. ഇപ്പോഴാണ് സാർ കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം കിടുങ്ങിയിരുന്നു. നിലവിളിച്ച് മരിക്കാതിരിക്കുക, ഞാൻ വെറുതെ പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മകളുടെ പേരുള്ള കമ്പനിയും ചേർന്ന് തീരദേശം കൊള്ളയടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കമ്പനിയുടെ പക്കൽ നിന്നും 1,72,00,000 രൂപ ബാങ്കിംഗ് ചാനലിലൂടെ കൈപ്പറ്റി എന്ന ഫൈൻഡിംഗ് കണ്ടെത്തിയിരിക്കുകയാണ്. തന്തയുടെയും മകളുടെയും മുഖമൊന്ന് കാണിട്ടിരുന്നു. കുറച്ചൊന്നും അല്ലല്ലോ, കൊല്ലം 10-20 ആയില്ലേ നിന്റെ സ്വത്തുക്കൾ മുഴുവനും കൈയടക്കി വെച്ച് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അതൊക്കെ കൈവിട്ടു പോകുന്നത് കാണുമ്പോ പ്രാന്തായി പോകും തന്തയ്ക്കും മകൾക്കും. എക്സാലോജി കമ്പനി അതിന്റെ ബിസിനസിന്റെ ഭാഗമായി പല സ്ഥാപനങ്ങളുമായും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബിസിനസ് നടത്തിയിട്ടുണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് CMRL കമ്പനിയുമായി നിയമപരമായ കരാറിന്റെ ഭാഗമായാണ് എക്സാലോജിക്കിന് പ്രതിഫലം ലഭിച്ചിട്ടുള്ളത്. നാട്ടു നടപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു കൂലിയെ ഞാൻ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഭൂഷാസി ആവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആദായ നികുതി കിഴിച്ചും GST അടച്ചുമാണ് നൽകിയിട്ടുള്ളത്. എക്സാലോജിക് കമ്പനിയുടെ ആദായ നികുതി റിട്ടേണിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത്. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ? അല്ല, നമ്മളോട് കുറച്ചാളില്ലാത്തോണ്ട് നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. ഒരു സംരംഭക അവർ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുത്വമുണ്ടെന്ന ഒറ്റ കാരണത്താൽ കരാറിൽ ഏർപ്പെടുകയോ ബിസിനസ് നടത്തുവാനോ പാടില്ലെന്ന് ഏതെങ്കിലും നിയമമോ ചട്ടമോ നിലവിലുണ്ടോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എത്രയോ വട്ടം ഇതിന്റെ അകത്ത് സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞിരിക്കുന്നു, സാർ ഒരു സേവനവും വാങ്ങിയിട്ടില്ല, ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന്. എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ 2 മാങ്ങാണ്ടേ ഈ 1,72,00,000 രൂപ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? അഴിമതി പണം എന്നാണ്. ആ അഴിമതി പണം ഇന്നത്തെ ദിവസം എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഇവിടെ കരാറിൽ ഏർപ്പെട്ട കമ്പനികൾക്ക് അധികാരത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊതുസേവകൻ എന്തെങ്കിലും ഒരു വഴിവിട്ട സഹായം ചെയ്യുകയോ നിയമപരമായി നിറവേറ്റേണ്ട ഒരു ബാധ്യതയിൽ വീഴ്ച വരുത്തുകയോ ചെയ്തതായി ഒരു ചുണ്ടനക്കം പരിശോധന നടത്തിയ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിലോ ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡറിലോ ഉള്ളതായി പറയാൻ കഴിയുമോ? ഉത്തരം കൂടെ. എന്തിന്? അവള് പറഞ്ഞതിന്. എന്ത് പറഞ്ഞു? ആരാണെന്ന് കണ്ടുപിടിച്ചു കൊടുക്കാൻ. കേട്ടില്ലേ? ഇത്രയും നാളായിട്ട് ഈ ആക്ഷേപം വന്നിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. ആദ്യമായിട്ട് നിയമസഭയിലെങ്കിലും അദ്ദേഹം പോകാതെ അതിന് മറുപടി പറഞ്ഞതിൽ വലിയ സന്തോഷം. സത്യവിരുദ്ധമായ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത്? എന്തും പറയാന്നുള്ളതാണ്. കളിച്ചു മതിലും കളിച്ചോ എന്റെ അടുക്ക. എന്റെ അവരുള്ള മെക്കാർക്കാരോ പട്ടി ഉണ്ട ചോറിന് നന്ദിയുണ്ട് പട്ടിക്ക്. ആരാ പറഞ്ഞ? അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. ആരോടെ വെല്ലുവിളിക്കാൻ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. കേരളം വളരെയേറെ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി അങ്ങേയറ്റം ദുർബലമായിരുന്നു എന്നതാണ് നമ്പർ 1. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. നമ്പർ 2, അദ്ദേഹം പരിശ്രമിച്ചത് ഇതിനെ നിസ്സാരവൽക്കരിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ശ്രമിച്ചത്. നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും. ഒന്നുകൂടെ നിസ്സാരം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും
വസ്തുതാ വിരുദ്ധവുമായ മറുപടിയാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് എത്ര ശമ്പളം കിട്ടും? നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ ചായ കുടിച്ചായിരുന്നു. തീർച്ചയായിട്ടും ഈ വിഷയം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കില്ല. തീർച്ചയായിട്ടും ബഹുമാന പ്രതിപക്ഷ നേതാവിന്റെ അനുമതിയോടും നിർദ്ദേശത്തോടും കൂടി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ വിഷയത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒളിച്ചോടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് സ്വീകരണം അല്ലാടാ.